സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടത്താറുള്ള അറ്റകുറ്റപ്പണിയാണ് ഈ വർഷം മുടങ്ങിയത്. ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം പവർ ഹൗസുകളിലെ വൈദ്യുതോൽപാദനം കഴിഞ്ഞെത്തുന്ന വെള്ളമാണ് ലോവർ പെരിയാർ പദ്ധതിയിൽ സംഭരിക്കുന്നത്. 400 മീറ്റർ നീളത്തിൽ 41 മീറ്റർ ഉയരത്തിൽ പണിതിരിക്കുന്ന അണക്കെട്ടിൽ 14 ദശലക്ഷം കനയടി വെള്ളമാണ് സംഭരിക്കുന്നത്. ഇത് 14 കിലോമീറ്റർ നീളമുള്ള ടണലിലൂടെ ഒഴുക്കി കരിമണൽ പവർ ഹൗസിലെത്തിച്ച് 180 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അതിവർഷമുണ്ടായാൽ ഷട്ടറുകൾ ഉയർത്തി വെള്ളം തുറന്നുവിടുന്നതിനും അറ്റകുറ്റപ്പണി നടത്താഞ്ഞത് തടസ്സമായേക്കും. ഈ വർഷവും അറ്റകുറ്റപ്പണി നടത്താനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അയച്ചിരുന്നു. എന്നാൽ ഇത്തവണ ചീഫ് എഞ്ചിനീയറുടെ പക്കൽ നിന്ന് ഇതിനുള്ള അനുമതി എത്തിയില്ല. ബോർഡിലെ 15ഓളം വരുന്ന താൽക്കാലിക ജീവനക്കാരാണ് ഡാമുകളിലെയും പവർ ഹൗസുകളിലെയുമൊക്കെ ഇതുപോലുള്ള അറ്റകുറ്റപ്പണികൾ നടത്താറ്. ഇവരെ ഒഴിവാക്കി വകുപ്പ് ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളെ നിയമിക്കാനുള്ള നീക്കമാണെന്നും അതല്ല മൊത്തം അണക്കെട്ടുകളുടെയും പവർ ഹൗസുകളുടെയും ഒക്കെ അറ്റകുറ്റപ്പണികൾ വിദേശ ഏജൻസി ഏൽപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഫലമാണ് ഇവിടെ ചോർച്ചയ്ക്കിടയാക്കിയതെന്നും ആരോപണമുയരുന്നു. KG പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.